നമ്മൾ വിദ്യാഭ്യാസം കൂടി സംസ്കാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നതിൽ അഭിപ്രായത്തോട് യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള പല ആക്ടേഴ്സും അന്യഭാഷാ സിനിമകളിൽ അഭിനയിക്കാറുണ്ടെങ്കിലും അവരുടെ അഭിനയ പ്രതിഭയ്ക്കും ജനപ്രീതിക്കും അനുസരിച്ചുള്ള റോളുകളായിരിക്കില്ല പലപ്പോഴും അവർക്ക് അന്യഭാഷാ സിനിമകളിൽ ലഭിക്കാറുള്ളത്. നമ്മുടെ സൂപ്പർ താരങ്ങളെ പോലും പലപ്പോഴും വെറും പ്രാധാന്യം കുറഞ്ഞ റോളുകളിൽ ഒതുക്കാറുള്ളത് അന്യഭാഷാ സിനിമകളിൽ സ്ഥിരം കാഴ്ചയാണ്. ഈ അടുത്തിറങ്ങിയ അല്ലു അർജുൻ നായകനായ പുഷ്പ 2-ലെ ഫഹദിന്റെ കഥാപാത്രം ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. എന്നാൽ കാശിനുവേണ്ടി സ്വന്തം വില കളഞ്ഞു പോലും അന്യഭാഷാ സിനിമകളിൽ പ്രാധാന്യം കുറഞ്ഞ റോളുകൾ ചെയ്യുന്ന താരങ്ങൾക്കിടയിൽ തികച്ചും വ്യത്യസ്തനാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി. ഒരു തെലുങ്ക് സിനിമയിൽ വില്ലനായി അഭിനയിക്കാമോ എന്ന് ചോദിച്ച ഒരു പ്രമുഖ നടന്റെ അച്ഛന് മമ്മൂട്ടി കൊടുത്ത ചുട്ട മറുപടി വീണ്ടും ഈ അവസരത്തിൽ ചർച്ചയാകുകയാണ്. സംഭവം ഇങ്ങനെയാണ്. അല്ലു അർജുന്റെ അച്ഛൻ അല്ലു അരവിന്ദ് തെലുങ്കിലെ പ്രമുഖ പ്രൊഡ്യൂസറാണ്. 2008 റിലീസായ ജൽസ എന്ന പവൻ കല്യാൺ നായകനായ സിനിമയിൽ ഒരു വില്ലൻ വേഷത്തിൽ അഭിനയിക്കാൻ അല്ലു അരവിന്ദ് മമ്മൂട്ടിയെ സമീപിച്ചിരുന്നു. എന്നാൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് തുറന്നു പറയാതെ ഇനി മേലാൽ ഇത്തരം വേഷങ്ങളിൽ തന്നെ വിളിച്ചു പോകരുതെന്ന് പറയാതെ പറയുന്ന ഒരു മറുചോദ്യമാണ് മമ്മൂട്ടി അല്ലു അരവിന്ദിനോട് തിരിച്ചു ചോദിച്ചത്. ഈ റോളിൽ അഭിനയിക്കാൻ ചിരഞ്ജീവിയെ ക്ഷണിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമോ എന്നായിരുന്നു മമ്മൂട്ടി ചോദിച്ചത്. ഇല്ല എന്ന് അല്ലു അരവിന്ദ് പറഞ്ഞപ്പോൾ പിന്നെന്തിനാണ് എന്നെ വിളിക്കുന്നതെന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുചോദ്യം. മമ്മൂട്ടിയുടെ ചോദ്യത്തിനുള്ളിൽ പല കാര്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അല്ലു അരവിന്ദിന്റെ സഹോദരിയെയാണ് ചിരഞ്ജീവി വിവാഹം കഴിച്ചിരിക്കുന്നത്. അതായത് അല്ലു അരവിന്ദിന്റെ അളിയനാണ് ചിരഞ്ജീവി. മാത്രമല്ല പവൻ കല്യാണിന്റെ സഹോദരൻ കൂടിയാണ് ചിരഞ്ജീവി. അതായത് തന്റെ അളിയനായ ചിരഞ്ജീവി പോലും ചെയ്യാൻ തയ്യാറാകാത്ത ഒരു വേഷത്തിലേക്ക് തന്നെ ക്ഷണിക്കാൻ എങ്ങനെ ധൈര്യം വന്നു എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുചോദ്യത്തിന്റെ ധ്വനി. ചിരഞ്ജീവിയുടെ അതേ നിലയും വിലയുമാണ് തനിക്കുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വേഷങ്ങൾക്ക് വേണ്ടി തന്നെ മേലാൽ വിളിച്ചു പോകരുതെന്നു കൂടിയാണ് മമ്മൂട്ടി തന്റെ മറുചോദ്യത്തിലൂടെ അല്ലു അരവിന്ദിനോട് പറയാതെ പറഞ്ഞത്. മമ്മൂട്ടി അന്യഭാഷാ സിനിമകളിൽ നായകവേഷമല്ലാതെ മറ്റു വേഷങ്ങൾ പൊതുവെ സ്വീകരിക്കാറില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. മുകേഷ് ഋഷി എന്ന നടനാണ് പിന്നീട് ആ വേഷം സിനിമയിൽ ചെയ്തത്. മലയാള താരങ്ങൾക്ക് അന്യഭാഷാ സിനിമകളിൽ പ്രാധാന്യം കുറഞ്ഞ റോളുകൾ ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മലയാള താരത്തിന്റെ അന്യഭാഷാ പ്രകടനവും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സിനിമാ സംബന്ധിയായ വാർത്തകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.